ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും മാവൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നൂലപ്പമാണെങ്കിലും പത്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി മാവും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇന്ന് ജ്യൂസായിട്ട് റെഡിയാക്കുന്നത് മുന്തിരി ഇങ്ങനെ തിളപ്പിച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്തിരി തിളപ്പിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതിങ്ങനെ അരിച്ചെടുക്കും ചെയ്യാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ക്രഷ് ചെയ്യുമ്പോൾ ആ ഒരു കുരു ഇതാകുമ്പോൾ ഒരു ചൊറിച്ചിൽ വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിലുള്ള നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാറ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാവ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഈ ബീറ്ററിൻ്റെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടും. നമുക്ക് പണിയും എളുപ്പമാവും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം കൊണ്ടൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഞാനങ്ങനെ മാവിട്ട് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അമർത്തിയെടുത്താൽ തന്നെ നല്ല വൃത്തിക്കായിട്ട് തന്നെ വീഴ്ചയെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ബീറ്ററുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടേ. അപ്പോൾ ഇങ്ങനെയാണ് നൂലപ്പം ചുടാറുള്ളത്. അങ്ങനെ ഇപ്പോൾ നൂലപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂലപ്പം. അപ്പോൾ നമ്മൾ മാവിൽ എണ്ണ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതുകൊണ്ട് തന്നെ പാത്രത്തിൽ എക്സ്ട്രാ പിന്നെ എണ്ണ ഒന്നും ഒഴിച്ച് ബ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ തേങ്ങ അരച്ചതാണ് കേട്ടോ. വറുത്തരച്ചിട്ടുള്ള കറിയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിവിടെ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ചിക്കൻ്റെ കറിയിലൊന്നും അധികം കഷ്ണങ്ങളൊന്നും ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ അതിൽ കഷ്ണം കുറച്ചിട്ട് ബാക്കി ചിക്കന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴത്തേന് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് അതും മേശമേലങ്ങ് വെക്കാം കേട്ടോ. ബാക്കിയുള്ളത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ അവിടെ അങ്ങ് വെച്ച് കൊടുത്തു.
അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് മുന്തിരി ജ്യൂസ് അതുപോലെ തന്നെ മുട്ട ബജി, നൂൽപുട്ട്, ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.